ഓരോ മാച്ച് കഴിയുന്തോറും മുംബൈയുടെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. IPL-ലെ രാജാക്കന്മാരായിരുന്നു മുംബൈ ഇന്ത്യൻസ്. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് സ്ഥാനത്താണ് മുംബൈ. അതിന് ഒരു കാരണമേ ഉള്ളൂ, ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം 2 തട്ടിലായിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്നലെ രാജസ്ഥാനുമായിട്ട് തോറ്റ ശേഷം സച്ചിൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ മികച്ച വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. അടുപ്പിച്ച് 3-ാം കളി ജയിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ മുംബൈ അടുപ്പിച്ച് 3 കളി തോറ്റു. ഇന്നലത്തെ തോൽവിക്ക് ശേഷം സച്ചിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈ ടീമിന് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല. ശരിക്കും മികച്ച കളിക്കാർ മുംബൈ ടീമിലുണ്ട്. ഇത് ടീമിലെ താരങ്ങളുടെ പ്രശ്നമല്ല. മുംബൈ ടീമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം പാണ്ഡ്യ തന്നെയാണ്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണ് മുംബൈ ടീമിനെ ഇപ്പോൾ 2 തട്ടിൽ ആക്കിയിരിക്കുന്നത്. താരങ്ങൾ തമ്മിൽ പരസ്പരം ഒത്തൊരുമയില്ല. മുംബൈ ടീമിലെ ഐക്യമത്യം പോയിരിക്കുകയാണ്. മുൻപ് മുംബൈ ടീമിൽ ഓരോ താരങ്ങളും എങ്ങനെയെങ്കിലും ടീമിനെ ജയിപ്പിക്കണമെന്ന വാശിയുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും തന്നെ അതില്ല. അതിന് കാരണം പാണ്ഡ്യയാണെന്ന് നമുക്കറിയാം. പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്തത് തെറ്റായി പോയി. പാണ്ഡ്യ ശരിക്കല്ല മുംബൈ ടീമിനെ നയിക്കുന്നത്. ഞങ്ങൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രോഹിത് ശർമ്മയോട് ക്യാപ്റ്റൻസി തിരിച്ചെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഹിത് ശർമ്മ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. രോഹിത്തിന് വിഷമമുണ്ടായിരിക്കും. അവനോട് ചോദിക്കാതെയാണ് ഞങ്ങൾ പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറിയത്. ഞങ്ങൾക്ക് പാണ്ഡ്യയിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ പാണ്ഡ്യ അത് കാത്തു സൂക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ അടുത്ത മാച്ചിന് മുന്നേ ക്യാപ്റ്റൻസി മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സച്ചിൻ വ്യക്തമാക്കി. ഇപ്പോഴത്തെ മുംബൈ ഫാൻസിന് മുംബൈ ടീം തോൽക്കണമെന്നാണ് ആഗ്രഹം. അതിന് ഒരു കാരണമേ ഉള്ളൂ, പാണ്ഡ്യ. അങ്ങനെയെങ്കിലും പാണ്ഡ്യയുടെ അഹങ്കാരം മാറിക്കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻ ആക്കണമോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.